ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളായി വന്ന ഒരു വാർത്തയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ന്യൂസ് പ്ലസ് പ്രധാനപ്പെട്ട ചില വാർത്തകൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട്. ഈ വാർത്തയിൽ പറയുന്ന ഒരു കാര്യം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. 116 കോടിയുടെ പബ്ലിക് വർക്ക്സ് അത് ഒരു ടെൻഡറും ഇല്ലാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കാൻ സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഒരു ലേബർ കോൺട്രാക്റ്റാണ്. ഊരാളുങ്കൽ എന്ന് പറയുന്നതിന് ഒരു ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റിക്കാണ് സർക്കാർ ടെൻഡറേ ഇല്ലാതെ ഈ 116 കോടി രൂപയുടെ പബ്ലിക് വർക്ക്സ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ വർക്കാണ്? കണ്ണൂർ, കോഴിക്കോട്, MG തുടങ്ങിയ യൂണിവേഴ്സിറ്റിയുടെ മലയാളം വിഭാഗവുമായി ബന്ധപ്പെട്ട ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ, അതേപോലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വർക്ക്. ഈ വർക്കുകളെല്ലാം കൂടിയാണ് 116 കോടിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ടെൻഡർ ഇല്ലാതെ ഒരു വർക്കും കൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ പബ്ലിക് വർക്ക്സ് കോൺട്രാക്ട്സിനകത്ത് ഇല്ല. പക്ഷേ അത് വേണമെന്നുണ്ടെങ്കിൽ അടിയന്തര സാഹചര്യത്തിൽ അങ്ങനെ കൊടുത്ത് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ കുറേ നാളുകളായി നടക്കുന്നത് ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വേണ്ടി ടെൻഡർ ഇല്ലാതെ വർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു സൊസൈറ്റി ആയതുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഷ്യം. ഗവൺമെൻറ് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ മറ്റ് പല സ്ഥലത്തും അങ്ങനെ മറ്റ് പല വകുപ്പുകൾക്കും അങ്ങനെയൊന്നും കൊടുക്കാൻ അവരാണ് ചെയ്യുന്ന വർക്കാണെങ്കിൽ ടെൻഡർ ചെയ്ത് തന്നെ കൊടുക്കണം. ടെൻഡർ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്താണ്? ഏറ്റവും കുറഞ്ഞ ആൾ ആരാണോ തുക കോട്ട് ചെയ്യുന്നത് ആ ആളിന് വർക്ക് കൊടുക്കും. അപ്പോൾ ആ ലാഭം സർക്കാരിനോ ഇല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന സ്ഥാപനത്തിനോ ആണ്. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ തന്നെ ടെൻഡർ ചെയ്താണ് വർക്കുകൾ കൊടുക്കുന്നത്. അതും പലതും ചിലരൊക്കെ തന്നെ ഈ ഊരാളുങ്കൽ സൊസൈറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റി യഥാർത്ഥത്തിൽ അവരിത് ഏറ്റെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ വർക്ക് അവർ വേറെ കോൺട്രാക്ടർക്കാണ് കൊടുക്കുന്നത്. പക്ഷേ ടെൻഡർ പോലുമില്ലാതെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ധനനഷ്ടം ആര് നികത്തും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ധനസ്ഥിതി മോശമായതിൻ്റെ പിന്നിൽ ഈ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കൊടുത്ത വർക്കുകൾ ഒരു പരിധി വരെ കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പണമില്ല എന്ന് സംസ്ഥാന സർക്കാർ നിലവിളിക്കുമ്പോഴും ഈ ഊരാളുങ്കലിന് ടെൻഡർ പോലും ഇല്ലാതെ വർക്ക് കൊടുക്കുകയാണ്. അത് എന്താണ് ഇതിനൊരു മാനദണ്ഡം? ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു സൊസൈറ്റി തന്നെയാണ്. ഈ സൊസൈറ്റി എന്നാൽ അത് നടത്തിക്കോ? അവർ നടത്തുകയല്ല, അവർ യഥാർത്ഥത്തിൽ മറ്റ് കോൺട്രാക്ടർമാരെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും വാർത്തകളിൽ കാണുന്നത്. ഇത് സംബന്ധിച്ച് TV ഇബ്രാഹിം MLA നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു, വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ ഈ PG തുടങ്ങിയ ഉന്നത കോഴ്സുകളുടേതായ വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് നമുക്ക് പറയാം R ബിന്ദു ആണ് ഇതിന് മറുപടി നൽകിയത്. ക്രമക്കേടൊന്നും ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞ കാര്യം. പക്ഷേ ഇതിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ എന്ന് പറയുന്ന സംഘടന ഗവർണർക്കും വിജിലൻസിനും ഒക്കെ പരാതി കൊടുത്തു എന്നുള്ളതാണ് വാർത്തകളിൽ കാണുന്നത്. പക്ഷേ ഇന്ന് ഈ എപ്പിസോഡിൽ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് അടിയന്തര ഘട്ടങ്ങളിൽ അല്ലാതെ ഒരു പ്രകൃതിക്ഷോഭം വരുന്നു, വലിയൊരു മഴക്കെടുതി വരുന്നു, ഇങ്ങനെയൊക്കെ വരുന്ന ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ടെൻഡർ നടപടിക്രമങ്ങൾ പാലിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അതിന് കാത്തിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അടിയന്തരമായി ടെൻഡർ ഇല്ലാതെ തന്നെ കൊട്ടേഷൻ വിളിച്ച് കൊടുക്കാം. അതിനെ കൊട്ടേഷൻ എന്ന് പറയും. അങ്ങനെ കൊട്ടേഷൻ വിളിച്ച് കൊടുക്കാനൊരു പ്രൊവിഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അടിയന്തര സാഹചര്യങ്ങൾ ഒന്നുമില്ല. ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും ഒന്നും അടിയന്തര സാഹചര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ സാഹചര്യമില്ലെങ്കിലും സർക്കാരിന് ഊരാളുങ്കൽ വഴി തന്നെ ചെയ്യണം എന്ന് നിർബന്ധം വന്നാൽ ഈ സർക്കാർ ഈ ടെൻഡർ ഇല്ലാതെ അവർക്ക് കൊടുക്കും. പക്ഷേ ഈ പണം ആരുടേതാണ്? ഈ നികുതി പണം കൊണ്ടാണ് ഇതെല്ലാം ഈ സൊസൈറ്റിക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത്. സാധാരണക്കാരൻ്റെ നികുതി പണമാണ് ഇത്തരത്തിൽ ചെലവിട്ടുകൊണ്ട് ഈ മാമാങ്കം നടത്തുന്നത്.
പക്ഷേ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഇവിടെ ആരുണ്ട്? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. പബ്ലിക്കും ചോദിക്കുന്നത് ഇതാണ്. 1-2 സമരങ്ങൾ നടത്തി പിന്മാറുന്നതല്ലാതെ വളരെ ക്രിയാത്മകമായ ഒരു സമര രീതി ഒന്നും തന്നെ നമുക്കിവിടെ കാണുന്നില്ല. ഫോളോ അപ്പും കാണുന്നില്ല. ഒരു വിഷയം വരുന്നു, സമരം ചെയ്യുന്നു, വിഷയം തീരുന്നു, സമരവും തീരുന്നു. ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആരും അതിനെക്കുറിച്ച് ഓർക്കാറുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. പക്ഷേ ഇത്തരത്തിലുള്ള വാർത്ത കണ്ടു എന്നുള്ളത് കൊണ്ടാണ് ന്യൂസ് പ്ലസ് നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഇതുപോലെ വരുന്ന വിഷയങ്ങൾ ഇനിയും ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.